morning. Good morning, ma'am. Good morning, miss. Morning. Good morning, ma'am. Morning. നിങ്ങൾക്ക് PDF വേണമോ? ജീന ജോസ് കേൾക്കാമോ? കേൾക്കാം. ജീന ക്ലാസ്സിൽ കയറാൻ പറഞ്ഞില്ലേ? കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി തിരക്കായിരുന്നു. ജീന പുറത്തല്ലേ? ലാസ്റ്റ് വീക്ക് തുടങ്ങി കയറിയായിരുന്നു ക്ലാസ്സില്. ഇല്ലല്ലോ, അബ്രോഡ് അല്ലേ? അബ്രോഡാണ്. വീട് ഇവിടെ അടുത്തല്ലേ? കൊയ്യലല്ലേ വീട്? വിളിക്കണേ അതെ അതെ അതെ, പൊയ്യല്. നല്ല ഓർമ്മയാണല്ലോ. എന്റെ ക്ലാസ് കുട്ടികളെങ്കിൽ നമ്മളെ അവൻ സുഖാണോ? ഞാൻ ഇൻസ്റ്റയിൽ ഒരു ഫോളോ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ജീനയോ? യെസ്. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ. നമ്മളെ റെക്കോർഡിംഗ് ആവുന്നേ ഉള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. എന്തോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. പേരെന്താണ് ചെയ്യുന്നതില്? ജീന ജോസ് തന്നെയാണോ? ജി കളത്തിൽ. അതായിരിക്കും റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാത്ത. മനസ്സിലാവാത്തൊന്നായിരിക്കും കേട്ടോ. ഓക്കെ മാം. ഇതിലാകെ ഹന്നേനെ മാത്രമേ അറിയുള്ളൂ ഇൻസ്റ്റയില്, വേറെ ആരും അറിയില്ല. എന്നാ ശരി. ഒന്നുകൂടി അയച്ചേക്കോ? കാണുന്നില്ലല്ലോ. ക്ലാസ് ചെയ്യുമ്പോ അയച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. ഒരു കുഞ്ഞിക്കുട്ടിയുടെ ഒരു പിക്ചർ ഉള്ളതാണോ? പെൺകുട്ടിയുടെ ആണോ? നോക്കാം. കുഞ്ഞുകുട്ടിയല്ല, ഞാനാണ്. അല്ല, ഡീപി ഇട്ടിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ആണോ? പ്രൊഫൈൽ ഒരു ബീച്ച് സൈഡ് ബാക്ക് മാത്രമേ ഉള്ളൂ, ഒരു ക്യാപ്പ് വെച്ചിട്ട്. ജീന കളത്തിലല്ലേ? JW. റെക്കോർഡ് ആവുന്നില്ല കേട്ടോ. PDF ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും?
പിള്ളേരെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം, ക്ലിയർ ആണ്. കേട്ടോ. ഓക്കെ, പിള്ളേരെ അതെ സിസ്റ്റത്തിന്റെ പുതിയ അപ്ഡേഷൻ ആണ്, ഓൾറെഡി റെക്കോർഡ് ആയിട്ടുണ്ടായി, നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതല്ല, നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു റെഡ് സിഗ്നൽ വരും, അത് വരാറില്ല. ഇപ്പൊ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് ആവുന്നതാണ്. ഇപ്പൊ പുതിയ അപ്ഡേഷൻ കൊണ്ട് അങ്ങനെ മിസ്റ്റേക്ക്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. മോർണിംഗ്. ഓക്കെ, എല്ലാവർക്കും കേൾക്കാലോ? നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എംപ്ലോയീസ് ട്രെയിനിങ് ആണ് കേട്ടോ. എംപ്ലോയി ട്രെയിനിങ്. Training is a process of learning a series of programmed behavior. It is the application of knowledge to make people aware of the rules and procedures to manage their behavior. It tries to refine their performance on the current job or make them ready for the intended job. Primary purpose of training are to increase productivity, to upgrade quality, to help an organization fulfill its future personal needs, then to improve organization climate, to improve health and safety and observances, prevention and for personal growth. ട്രെയിനിങ് പ്രോഗ്രാം എന്താണ്? ഈ ട്രെയിനിങ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനു വേണ്ടി നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാ? ഇതിനു വേണ്ടിയിട്ട് പിള്ളേരെ ട്രെയിനിങ്സ് കൊടുക്കുന്നത് നമ്മള് വർക്ക് പെർഫെക്റ്റ് ആക്കുന്ന വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗുഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് ട്രെയിനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് എ സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. അണ്ടർലൈൻ ചെയ്യാട്ടോ. ട്രെയിനിങ് ഈസ് എ പ്രോസസ്. ഇതിനു വേണ്ടിയിട്ടാണ് സീരീസ് ഓഫ് പ്രോഗ്രാംഡ് ബിഹേവിയർ. എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്?
വായിച്ചു നോക്കിയിട്ട് പറയൂ. ലേണിംഗ് ബിഹേവിയർ ആണ്. ഓക്കെ, ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് അല്ലെ. യെസ്, അതായത് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്രിയയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പരമ്പരയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്തും ആയിക്കോട്ടെ അത് അല്ലെ. അതിന് ഓൾറെഡി എന്താണ് ഒരു കുറച്ച് ഓൾറെഡി പ്രോഗ്രാം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞത് കുറെ പ്രോസസ്സിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത് അല്ലെ. നമ്മൾ ഒരാൾക്ക് പരിശീലനം കൊടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ കൂടിയാണ്, വ്യത്യസ്ത സ്റ്റെപ്സിലൂടെയാണ് നമ്മൾ ഒരാൾക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നത്. അതായത് ആപ്റ്റ് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അയാളുടെ പേഴ്സണൽ ആയിട്ടും അല്ലെങ്കിൽ ഓർഗനൈസേഷനും ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും നമ്മൾ എന്ത് കൊടുക്കും, പല പല സ്റ്റെപ്സിലൂടെ അയാളെ കടത്തി വിടും അല്ലെ. ആ കടത്തി വിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല പെർഫോമൻസ് നല്ലൊരു എംപ്ലോയർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ട രീതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. പരിശീലനം കൊടുക്കുന്നത് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ചിലപ്പോ ഒന്ന് നെറ്റ് ക്ലാസ് കട്ടായി പോകാനുള്ള സാധ്യത കേട്ടോ. റീജോയിൻ ചെയ്യണം നിങ്ങള്. Yes, it's an application of knowledge and it's make people aware of the rules and procedures to manage their behavior. നമ്മളിപ്പോ പരിശീലനം കൊടുക്കുന്ന ട്രെയിനിങ്സ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഓരോ എംപ്ലോയീസുമായിട്ട് റൂൾസ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ്, അതെങ്ങനെ മാനേജ് ചെയ്യണം, അവനവന്റെ സ്വന്തം ബിഹേവിയർ തന്നെ എന്താണ്, ഹ്യൂമൻ ബിഹേവിയർ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ എക്സ്ട്രാ നോളജ് കൂടാണ് അല്ലെ. ഉള്ള അറിവിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നോളജ് അവർക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇനി നമ്മൾ പരിശീലനം കൊടുക്കുന്ന പ്രധാന ഉദ്ദേശം എന്താണ്, ഇറ്റ്സ് ട്രൈസ് ടു റിഫൈൻ ദെയർ പെർഫോമൻസ് ഓൺ ദ കറന്റ് ജോബ് ഓർ മേക്ക് ദെം റെഡി ഫോർ ദ ഇന്റൻഡഡ് ജോബ് അല്ലെ. അവരുടെ ആ ഒരു ജോബിലെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് റിഫൈൻ ചെയ്യുന്ന കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിവിധ രീതിയിലുള്ള ട്രെയിനിങ്സ് പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, എന്നിരുന്നാൽ പോലും ട്രെയിനിങ്സിന് കുറച്ച് പ്രൈമറി പർപ്പസ് ഉണ്ട്. പ്രധാനമായിട്ടും ഒരാൾക്ക് കുറച്ച് എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ടു അപ്ഗ്രേഡ് ക്വാളിറ്റി, ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, ഓർഗനൈസേഷൻ ക്ലൈമറ്റ്സ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഓരോന്ന് നോക്കാം. എന്താണ് പ്രൈമറി പർപ്പസ് ട്രെയിനിങ്ങിന്റെ? ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് പ്രൊഡക്ടിവിറ്റി? ഓർഗനൈസേഷന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് പരിശീലനങ്ങൾ നൽകുന്നത്. പിന്നെ എന്താണ്? ടു അപ്ഗ്രേഡ് ക്വാളിറ്റി കൂട്ടുന്നതിന് വേണ്ടി അല്ലെ, ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താ? ടു ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്. പിന്നെന്താ പറയുന്നത്? ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭാവി ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെ, അവരുടെ ഫ്യൂച്ചറിലെ ബാക്കി നീഡ്സുകളൊക്കെ പരിഗണിക്കുന്നതിനും വേണ്ടിയിട്ട് അല്ല, ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ്സ് കൊടുക്കുന്നത്. മാത്രമല്ല ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. എന്താണ് ഇംപ്രൂവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, അറ്റ്മോസ്ഫിയർ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. Then to improve health and safety. അവരുടെ ആരോഗ്യവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പേജ് നമ്പർ 25. Okay. Then next എന്താണ് പറയുന്നത്? Obsolescence prevention and for personal growth. Obsolescence prevention and personal growth. Obsolescence എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ അതിന് മലയാളത്തിൽ കാലഹരണപ്പെടുക എന്ന് പറയും. അല്ലാതെ എന്താ പറയുന്നതിന് ഔട്ട്ഡേറ്റഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഔട്ട്ഡേറ്റഡ് ആവാന്ന് പറയുന്നത്
അപ്ഡേറ്റഡ് ആവെന്ന് പറഞ്ഞാൽ എന്താ? ആ പഴയതാവുകയാണോ പുതിയതാവുകയാണോ? പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി നമ്മൾ പറയാറുണ്ട് അല്ലെ? വാല്യൂ കുറയുന്നതിന്റെ. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് എംപ്ലോയീസിന്റെ വാല്യൂ എങ്ങനെ കുറയുന്നു? എങ്ങനെയാണ്? അവർ ഓൾറെഡി പഴയതാവുന്നു. അങ്ങനെ പഴയതാവാതിരിക്കാൻ വേണ്ടി, അവർ അപ്ഡേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? അവർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ട്രെയിനിങ്ങിന്റെ മറ്റൊരു പർപ്പസ് ആണ് എംപ്ലോയീസ് ഒരിക്കലും അപ്ഡേറ്റഡ് ആവരുത്. അവർക്ക് പേഴ്സണലി അവരുടെ എല്ലാ തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അവർക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ എംപ്ലോയീസും കാലഹരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും എന്താണ് അവരുടെ പേഴ്സണൽ സ്കിൽസും ഗൈഡൻസ് ഒക്കെ കൊടുക്കും. പേഴ്സണൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാത്തരം ഗൈഡൻസ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ അവരെ അപ്ഡേറ്റഡ് ആക്കി മാറ്റണം. അപ്ഡേറ്റഡ് ആക്കാനുള്ള ടെക്നിക്കാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നോക്കാം. അപ്പം പറഞ്ഞത് എന്താണ്? പ്രൈമറി പർപ്പസ് ആണ്. ട്രെയിനിങ്ങിന്റെ പ്രൈമറി പർപ്പസ് ആണ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണ് പ്രൈമറി പർപ്പസുകള്? ഒന്ന്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, then to upgrade quality, to help an organization for its future personal needs, and to improve organizational climate, and to improve health and safety. Then obsolescence prevention and for personal growth. Okay, ഒന്ന് വായിച്ചു നോക്കിയേ. പർപ്പസ് എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓർഗനൈസേഷൻ ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണോ? എന്തായിരിക്കും ക്ലൈമറ്റ്? മീൻസ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ് ആണ് അല്ലെ? വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്കും എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഓർഗനൈസേഷനിൽ നല്ലൊരു ക്ലൈമറ്റ് രൂപപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ രൂപപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കാം എന്നുള്ളത് കൂടിയിട്ട് വേണ്ടിയാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ആയിഷ? യെസ്. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് ലേണിംഗ് സീരീസ് പ്രോഗ്രാം ഫോർ ബിഹേവിയർ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ആ പോയിന്റ് കൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. അറിവിന്റെ പ്രയോഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിനെ. ഓക്കെ, നമ്മുടെ കൂടുതൽ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ റൂൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നത്, എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും പിന്നെ എന്താണ് ഓരോ പേഴ്സൺസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാവിയിലും മറ്റു ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിനും അവരുടെ ആരോഗ്യം സുരക്ഷയും നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് പ്രൊസീജിയേഴ്സിലേക്ക് പോകുന്ന ഔട്ട്ഡേറ്റഡ് ആവുന്നതിന് മുൻപ് തന്നെ എന്താണ് അവരുടെ എല്ലാ സ്കിൽസുകളും ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ അവർക്ക് അപ്ഡേറ്റഡ് ആക്കാനായിട്ടുള്ള എല്ലാത്തരം പരിശീലനങ്ങൾ കൊടുത്തവരെ ഓർഗനൈസേഷൻ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എംപ്ലോയി ട്രെയിനിങ്സിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ശരി. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? അവരുടെ നിലവിലെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവർക്ക് അപ്ഡേഷൻ കൊടുത്ത് ട്രെയിനിങ്സുകൾ കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്താണ്? ഇനി ഇതിന്റെ സ്റ്റെപ്സുകളാണ് വന്ന് നോക്കുന്നത് കേട്ടോ. സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ഏതൊക്കെയാണ്? To discover or identify the training requirements, to get ready for the job, preparation of the learner, presentation of operation and knowledge, performance tryout, follow-up and evaluation. ഒരു നോക്കാം. To discover or identify the training requirement. For training processന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? To discover അല്ലെങ്കിൽ
ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? എന്ത് കണ്ടെത്താനാണ് പറയുന്നത്? എന്ത് കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്? എന്ത് കണ്ടെത്താനാണ് പിള്ളേരെ? റിക്വയർമെന്റ്സുകൾ അല്ലെ? റിക്വയർമെന്റ്സ് എന്നതാ എന്താണ്? ആവശ്യകതകൾ. എന്തിന്റെ ആവശ്യകതകൾ കണ്ടെത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്? ജോബാണോ? അത് നമ്മള് പരിശീലനത്തിന്റെ ആവശ്യകതകളാണ് കണ്ടെത്തേണ്ടത് അല്ലെ? ഏത് ജോബാണോ അതിന്റെ ആവശ്യകത, അതായത് അതിന്റെ ഏതൊക്കെ തരത്തിലുള്ള റിക്വയർമെന്റ്സ് ഉണ്ട്, അപ്പൊ അതിനുതകുന്ന രീതിയിലുള്ള ട്രെയിനിങ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ സ്പെസിഫിക് ഫീൽഡുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഏതാണോ ആളുടെ ജോലി അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം ഡിസ്കവർ ചെയ്യുക, അതിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ അത് തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, തിരിച്ചറിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. എന്താണ് ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്? ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക അല്ലെ? ഒരു പ്രിപ്പറേഷൻ ആണ് ഇവിടെ വരുന്നത് അല്ലെ? ഓക്കെ, റെഡി ആകുക, വില്ലിംഗ് ആകുക എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? യെസ്, ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ് ആണ് നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തത് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. ഇവിടെ ലേണർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണ്? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ ആരെയാണ്? എംപ്ലോയീസിനെയാണ് അല്ലെ? അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ എന്ന് പറയുന്നത് എംപ്ലോയീസിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കുന്നു. ഓക്കെ, ഓക്കെ, അതായത് പഠിതാവിന്റെ അല്ലെങ്കിൽ ലേണറിന്റെ തയ്യാറെടുപ്പാണ് അവിടെ വരുന്നത്. ഓക്കെ, നമ്മൾ പ്രിപ്പയർഡ് ആകുന്നു, ഓൾറെഡി വില്ലിംഗ് ആകുന്നു. അതിനുശേഷം എന്താണ് അത് ചെയ്യാനായിട്ട് നമ്മള് പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് ഒക്കെ അല്ലെ, ന്യൂ എൻട്രി ഉള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രിപ്പയർഡ് ആക്കുന്നു. ഇനി അപ്പൊ ഈ 3 സ്റ്റെപ്സുകൾ കഴിഞ്ഞാൽ, അതായത് നമ്മൾ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്തു, ഓൾറെഡി ജോബിന് വേണ്ടി റെഡിയായി തയ്യാറെടുത്തു, ഇനി എന്താണ് ആളെ നമ്മൾ പ്രിപ്പയർഡ് ആക്കി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന്റെ പ്രസന്റേഷൻസ്, അതിന്റെ നോളജ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഏത് ജോബാണോ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രസന്റേഷൻസ് നമ്മൾ കാണിക്കുന്നു. ഓക്കെ, yes. The most important step in the training programs is presentation of preparation and knowledge. Okay, then the trainer should clearly, so the trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. The learner should be told of the series of the entire job and why each step in its performance is necessary. എന്തായിരിക്കും പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെയാണ് യഥാർത്ഥ പരിശീലനം കൊടുക്കുന്ന ആദ്യ ഘട്ടം എന്ന് പറയുന്നത് അല്ലെ? യെസ്, അതായത് നമ്മുടെ ട്രെയിനർ അല്ലെങ്കിൽ നമുക്ക് ആരാണോ പരിശീലനം തരുന്നത് ആ വ്യക്തി എന്ത് ചെയ്യും? നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിന് ആ ഒരു പ്രസന്റേഷൻ, ജോബുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രസന്റേഷൻ അവതരിപ്പിക്കണം. അദ്ദേഹം ഒന്നില്ലെങ്കിൽ അത് പറഞ്ഞു തരും, അല്ലെങ്കിൽ അത് കാണിക്കും, ഇല്ലുസ്ട്രേറ്റ് ചെയ്യും. ഇല്ലുസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഗ്രാഫ് റെപ്രസെന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ് വരച്ചായിരിക്കും കാണിക്കുന്നത് അല്ലെ? അതെ, അപ്പൊ അത് ഏത് രീതിയിൽ പ്രസന്റേഷൻ ഏത് രീതിയിലായിരിക്കാം? ഓക്കെ, ചിലപ്പോ ഒരു കമ്പ്യൂട്ടർ പാനലിന്റെ സഹായത്തോടെയുള്ള ഒരു പ്രസന്റേഷൻ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലെക്ചർ ക്ലാസ് പോലെ ആയിരിക്കാം വരുന്നത്. ഏത് രീതിയിലും വേണമെങ്കിൽ എന്താണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, യെസ്, അതായത് ആ ജോബിലുള്ള ഓപ്പറേഷൻസ് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും പ്രസന്റേഷൻസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ എന്താണ്? ഇവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടോ ശബ്ദം? പറ്റുന്നുണ്ട്, ചിലർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഭാഗത്തുനിന്ന് മാറിയിരിക്കും. എനിക്ക് എന്തായാലും ഇവിടെ മാറിക്കാൻ പറ്റില്ല. ഇവിടെ എന്തായാലും നെറ്റ് ഇഷ്യൂസ് വന്നാലും ഓൾറെഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്യാവശ്യം ഏജ് ഉള്ളിടത്ത് മാറി നിൽക്കാം കേട്ടോ. വോയിസ് കട്ടാവുന്നുണ്ട്, ബ്ലർ ആവുന്നുണ്ടോ?
അപ്പൊ ആയിഷ അവിടെ നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പോ കേട്ടോ. അപ്പൊ റേഞ്ച് ഉള്ളിടത്ത് പോയി അറ്റൻഡ് ചെയ്യും കേട്ടോ. യെസ്. അപ്പൊ ഇവിടെ എന്താണ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ എന്താണോ ചെയ്യാൻ പോകുന്നത് അല്ലെ, ഫലപ്രദമായിട്ട് എല്ലാ വിവരങ്ങളും എങ്ങനെ ഒരു വ്യക്തമായി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേജ് ആണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയിനേഴ്സ് എന്ത് ചെയ്യുന്നു? നമുക്ക് എന്താണോ പ്രസന്റ് ചെയ്യേണ്ടത് വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ച് നമുക്ക് എന്താണ് നമ്മളെ പ്രാപ്തരാക്കാൻ, അല്ലെങ്കിൽ എംപ്ലോയീസിനെ പ്രാപ്തരാക്കാൻ വേണ്ടി തയ്യാറെടുക്കാനായിട്ട് അവരെ ഈ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ചെയ്യണത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രസന്റേഷൻസിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല എന്തൊക്കെ ടാസ്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സുകൾ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ പെർഫോമൻസുകൾ, ഓരോ ഈച്ച് സീരീസിനും ഏതൊക്കെ സ്റ്റെപ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു സമയത്ത് ട്രെയിനേഴ്സ് നമുക്ക് എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ട്രെയിനിങ് സെഷൻസിൽ അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഭാഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് എന്ത്? പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഓരോ ഘട്ടങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് പ്രസന്റേഷൻസ് വഴി കാണിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് ട്രെയിനേഴ്സിനെ നമ്മൾ തയ്യാറെടുപ്പിക്കുന്നത്. ഓക്കെ, ഏത് ജോബാണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് കൃത്യമായിട്ട് എന്താണ് ഉദാഹരണങ്ങൾ സഹിതമൊക്കെ ചിലപ്പോൾ കാണിച്ചു കൊടുക്കുന്നത് അല്ലെ. യെസ്, ഓക്കെ, മനസ്സിലായത് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ 4 സ്റ്റെപ്പ് കടന്നു കേട്ടോ. ഇനി അടുത്തത് ഓൾറെഡി പ്രസന്റേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ്. പെർഫോമൻസ് ട്രൈ ഔട്ട്. Under this, the trainee is asked to look through the job several times slowly and explain to him each step. Mistakes should be corrected. Then the trainee is advised to do the job step by step, building up skill and speed. Performance try out ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Try out. Yes. ഒരു മിനിറ്റ് കേട്ടോ. ആവർത്തിക്കുക. ഇത് മലയാളം പറഞ്ഞോണ്ടിരിക്കണേ. ഇതായിരിക്കും പെർഫോമൻസ് ട്രൈ ഔട്ട്. എന്ത് ട്രൈ ചെയ്യാണ് ആളുടെ? നമ്മൾ ഓൾറെഡി ചെയ്യുന്ന ജോലി ഒന്നും നമ്മളോട് നോക്കാൻ പറയും അല്ലെ. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്സും ചെയ്യണത് എങ്ങനെയാണെന്ന് പതിയെ നോക്കി കാണാൻ പറയും അല്ലെ. പിന്നെ എന്താ നമുക്ക് പതിയെ ചെയ്ത് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഓരോ സ്റ്റെപ്സും കൃത്യമായിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലെ. ഓരോ സ്റ്റെപ്സ് എന്താണ്? ഓരോ സ്റ്റെപ്സ് നമ്മൾ കൃത്യമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇനി ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പോലും എന്താണ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള അഡ്വൈസ് അല്ലെ എന്തെങ്കിലും നമ്മൾ ആ മിസ്റ്റേക്ക് വരേണ്ട കാരണം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ ഓരോ സ്റ്റെപ്പ് സഹിതം കൃത്യമായിട്ട് പറഞ്ഞു തരികയും മാത്രമല്ല എന്താണ് ജോബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡിംഗ് അപ്പ് സ്കിൽ ആൻഡ് സ്പീഡ്. നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി ആദ്യം അവിടെ ചെയ്യുന്ന ജോലി നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. പതിയെ മാത്രമേ നമ്മളത് പഠിക്കുകയുള്ളൂ. പിന്നെ അവർ തരുന്ന പരിശീലനങ്ങൾ എത്രത്തോളം ഫലപ്രദമാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ സ്പീഡും കൂടും അല്ലെ. ഓക്കെ, യെസ്. പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ പരിശീലിക്കുകയാണ് അല്ലെങ്കിൽ പതിയെ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മിസ്റ്റേക്സുകൾ സംഭവിക്കുന്നത് നല്ലതാണ്. പിന്നീട് നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അത് ചെയ്യരുത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലെ. യെസ്, അതോടൊപ്പം തന്നെ എന്താണ് അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള അഡ്വൈസുകൾ സ്വീകരിച്ച് പതിയെ നമ്മുടെ ആ വർക്ക്സിന്റെ സ്പീഡ് അവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഗ്രാജുവലി അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായോ? സ്പീഡ് മാത്രമല്ല ചെയ്യുന്ന ജോലിയിലെ ആ സ്കില്ല് കൂടി നമ്മളുടെ കൂടെ ഡെവലപ്പ് ഉണ്ടാവും. ഓക്കെ, അതാണ് പെർഫോമൻസ് ട്രൈ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്തായിരിക്കും ട്രെയിനിങ് സെഷന്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്? ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ. Follow up and evaluation of the program. It is with a view to testing the effectiveness of training efforts that the steps in undertaken. Follow up and evaluation. Simple. എന്താണ്? എന്തായിരിക്കും? അസസ്മെന്റ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. യെസ്, ഇവാലുവേഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി ഒരു ട്രെയിനിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ നിർത്തി വെക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്തിരിക്കണം? ഫോളോ അപ്പ് ചെയ്തിരിക്കണം അല്ലെ.
കുറച്ച് ദിവസം കൂടി നമ്മൾ എന്താണ് ഓൾറെഡി ആ ജോലിക്ക് കയറുന്നതിന് മുൻപായിട്ട് തന്നെ അതിന്റെ ഫോളോ അപ്സ് കൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്ത്, അതായത് ഇവിടെ ശരിക്കും നമ്മൾ നോക്കുന്നത് ഓരോ ട്രെയിനിങ്സിന്റെയും മൂല്യനിർണ്ണയമാണ്, അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിന്റെയും മൂല്യം നിർണ്ണയിക്കുകയാണ്. അതായത് ഇത്രയും ട്രെയിനിങ്സ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ഓക്കെ, അതായത് എഫക്റ്റീവ് ആയിട്ട് അവർ എത്രത്തോളം അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് കൂടി നമുക്ക് ഇവിടെ അസസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അതായത് അപ്പോൾ എംപ്ലോയീസിന്റെ മൂല്യനിർണ്ണയം കൂടിയാണ് നമ്മൾ ഈ ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ പ്രോഗ്രാംസിലെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പിൽ നമുക്ക് പലരെയും കറക്റ്റ് ചെയ്യാൻ പറ്റും. ചിലരെന്താണ് ആ ഒരു സ്റ്റെപ്പ് ആയിട്ടും ചിലപ്പോ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പോലും എന്താണ് ഇപ്പോഴും ആ വർക്ക്സ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, അല്ലെ, ഇപ്പോഴും പെർഫോമൻസ് ബെറ്റർ ആവാത്തവരുണ്ട്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഒരു അസസ്മെന്റിൽ കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്യാനും വേണ്ട രീതിയിൽ ഒന്നുകൂടി അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കാനും ഈ ലാസ്റ്റ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട്, അതായത് ഓരോ എംപ്ലോയീസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അവർക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തി അവരെ ഏറ്റവും ബെറ്റർ പൊസിഷൻസിലേക്ക് കൊണ്ടുവരാനും ട്രെയിനിങ് പ്രോഗ്രാംസുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, what are the steps that include in training programs? എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ വരുന്നത്? ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. നമ്മൾ ആദ്യം തന്നെ ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ ജോബിന് വേണ്ടി തയ്യാറെടുക്കുക, എംപ്ലോയീസിനെ അതിനു വേണ്ടി പ്രിപ്പയർ ആക്കുക, ദെൻ അതുമായി ബന്ധപ്പെട്ട പ്രസന്റേഷൻസ്, അതായത് ഓപ്പറേഷൻസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ട്രെയിനേഴ്സ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട നോളജ് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അതിന്റെ പ്രോഗ്രാംസിന്റെ സീരീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രസന്റേഷൻസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുക, അല്ലെ, പെർഫോമൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത്, ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പതിയെ പതിയെ അവരുടെ സ്കില്ലും ആ ഒരു സ്പീഡൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതോടൊപ്പം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്, ഓരോ എംപ്ലോയീസിന്റെ ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള ഫോളോ അപ്സ്, അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിന്റെ മൂല്യനിർണ്ണയമാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആയിഷക്ക് കേൾക്കാമോടോ? ഓക്കെ, അങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ മെത്തേഡ്സും ടെക്നിക്സും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് അത് നമ്മള് രണ്ട് രീതിയിൽ പഠിക്കുന്നുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. എന്തായാലും ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് OJT, വർക്ക് പ്ലേസിൽ തന്നെയുള്ള ട്രെയിനിങ് ആണ്, അല്ലെ, നമ്മുടെ ആക്ച്വൽ വർക്ക് പ്ലേസിൽ തന്നെയുള്ള ട്രെയിനിങ്സ് ആണ്. ഇത് എവിടെയായിരിക്കും? ഓഫ് ദ ജോബ് മെത്തേഡിലോ? ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും ഓഫ് ദ ജോബ്? ഓഫ് ദ ജോബ് എവിടെയാണ്? ഔട്ട്സൈഡ് ആണ്, അല്ലെ, ഔട്ട്സൈഡ് ഓഫീസിൽ തന്നെയാണോ? വേറെ പ്ലേസിലാണ്, ഔട്ട്സൈഡ് വർക്കാണ് ഓഫ് ദ ജോബ് മെത്തേഡ്സ് എന്ന്. ഓരോന്ന് പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ, നോക്കാം. ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിൽ പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്ങില് OJT അത് പഠിക്കണം കേട്ടോ. OJTയുടെ എക്സ്പാൻഷൻ എന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്. In the on-the-job training method, the employees are trained on the job at their places of work using actual tools, equipment, documents used by employees but when they are fully trained. Okay. എന്തായിരിക്കും ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇതൊരു ട്രെയിനിങ് മെത്തേഡ് ആണ്, അല്ലെ. എംപ്ലോയീസ് അവരുടെ ഓൺ ദ പ്ലേസിൽ തന്നെ, അല്ലെ, അവരുടെ വർക്ക് പ്ലേസിൽ തന്നെ എന്താണ്, അതായത് അവരുടെ ജോലി സ്ഥലത്ത് തന്നെ പരിശീലനം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആണ് എന്ത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഉപയോഗിക്കുന്ന ആക്ച്വൽ ടൂൾസുകളും എക്യുപ്മെന്റ്സുകളും ഡോക്യുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എംപ്ലോയീസിന് ഒരു ഫുള്ളി ട്രെയിനിങ് പീരീഡ് ആണ് എന്ത് നടക്കുന്നത്? ഓൺ ദ ജോബ് എന്നത്. അതായത് അവരുടെ വർക്ക് പ്ലേസ് എവിടെയാണോ, ആക്ച്വൽ പ്ലേസ് എവിടെയാണോ അവിടെ എല്ലാത്തരം ടൂൾസും എക്യുപ്മെന്റ്സും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനറിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ്സ് ആണ് എന്ത്? ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
ഇതിൽ അല്ലാതെ കുറച്ച് കുട്ടികളെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അപ്പൊ ഓക്കെ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അറിയാവുന്നത് കൊണ്ടായിരിക്കും കമന്റ് ചെയ്യാത്തതെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ട് ഓൾറെഡി ഇത്രയും പേര് ഓക്കെ മിസ് അയക്കുന്നുണ്ട്, ഞങ്ങൾ അയക്കേണ്ട കാര്യമില്ല എന്നോർത്ത് കാത്തയാണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഓൾറെഡി അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കറിയാം ഡെയിലി കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് സഹിതം അറിയാം. ഓക്കെ മിസ്, ഓക്കെ മിസ്, ഓക്കെ മിസ് പറയുന്നവരെ എനിക്കറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറയണേക്ക് മുമ്പ് ചിലപ്പോ ആ കമന്റ് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പറയാൻ പോണതിന്റെ ഒരു ടോപ്പിക്കിന്റെ ഏതെങ്കിലും ഒരു ബേസിക് അവിടെ ഇട്ടിട്ടുണ്ടാവും. എന്ന് പറയുന്ന എല്ലാവരെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ബാക്കി മിണ്ടാതിരിക്കുന്നവരോട് ഞാൻ ചോദിച്ചത് കേട്ടോ, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് മിണ്ടാതിരിക്കണേണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കണേണോ എന്നൊരു ഡൗട്ട് എനിക്ക് ചോദിച്ചതാണ്. ഓക്കെ, അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കണേന്നാണ് വിചാരിക്കുന്നത്. കാരണം 22-നെ പറ്റി ഭയങ്കര അഭിപ്രായമാണ് ടീച്ചേഴ്സിന്. ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് പറയുന്നത്. ഒരു നിനക്ക് ക്ലാസ്സിൽ വേറെ പ്രശ്നമില്ല നിങ്ങളെ കൊണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര അഭിപ്രായമുള്ള കുട്ടികളാണ്, അത് കളഞ്ഞു കുടിക്കരുത്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും വിചാരിക്കുന്നു. ആ ദൈവത്തിന് അറിയാലേ. അതെ, ആ ടീച്ചർമാർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്. അതാണ് നിങ്ങൾ 2-3 പേര് പറഞ്ഞത്. എന്റെ മാത്രം അഭിപ്രായമാണെന്ന് അറിയില്ല കേട്ടോ. ഞാനാണല്ലോ നിങ്ങൾ കൂടുതൽ കാണുന്നത്, അപ്പൊ അതൊന്നാണെന്ന് അറിയില്ല. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങളുണ്ട്. 2 രീതിയിലുള്ള ടൈപ്പ് ഓഫ് ട്രെയിനിങ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഞാനാണ് ബുക്കിൽ പറയാറല്ലേ. ഓക്കെ, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഉണ്ട്, JIT. ദെൻ അപ്രസന്റ്ഷിപ്പ് കേട്ടിട്ടുണ്ടാവില്ല. അപ്രസന്റ്ഷിപ്പ് എന്നുള്ളത് ഞാൻ ആദ്യം കേട്ടത് നമ്മുടെ ഫ്രണ്ട്സ് മൂവിയിലാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങള് ഫ്രണ്ട്സ് സിനിമയില്? അതില് പക്ഷെ ശ്രീനിവാസൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ശമ്പളം കൊടുക്കണ്ടെന്ന് പറയുന്നത് അല്ലെ? സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള് ഫ്രണ്ട്സ് മൂവി? ഓക്കെ, അപ്രസന്റ്ഷിപ്പുകൾക്ക് പ്രസന്റേഴ്സുകളാണ്, അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതില്ല. അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. ആ സിനിമയിൽ കോമഡി ആയിട്ട് പറയുന്നതാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഓരോന്ന് നോക്കാം എന്താണ് ഇതെല്ലാം. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ അപ്രന്റീസുകൾ. അതന്നെ, വെരി ഗുഡ് മോബി. എന്ത് നല്ലൊരു സിനിമയല്ലേ അത്, ഫ്രണ്ട്സ്. അങ്ങനെയൊന്നും സിനിമകൾ വരാനില്ല. ഓക്കെ, എന്താണ് JIT എന്ന് പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ട്രെയിനിങ് ഫോർ ഗ്രാജുവൽ ലേണിംഗ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, JIT അണ്ടർലൈൻ ചെയ്യട്ടോ. ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് ട്രെയിനിങ് ഫോർ ഗ്രാജുവൽ ലേണിംഗ്. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പഠനത്തെ കൂടി തന്നെ പരിശീലനം കൊടുക്കുകയാണ് അല്ലെ? പഠിപ്പിച്ചു വന്ന് പരിശീലനം കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ. അതെ 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 ആക്ച്വലി ഈ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്ന പോയിന്റ് അവിടെ നിന്ന് വെറുതെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് കേട്ടോ. യെസ്, ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീച്ചിങ് അപ്രോച്ചസ് പോലെ തന്നെ. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ ആളുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അപ്രോച്ചാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ? അതിൽ ആദ്യത്തെ പോയിന്റ് നോട്ട് ചെയ്തേ, പ്രിപ്പയർ ദ ലേണർ. നോട്ട് ചെയ്യാം കേട്ടോ, പ്രിപ്പയർ ദ ലേണർ. ഒന്നാമത്തെ പോയിന്റ്, പ്രിപ്പയർ ദ ലേണർ. പ്രിപ്പയർ ദ ലേണർ. അതായത് ആളെ നമ്മൾ പ്രിപ്പയർഡ് ആക്കുക, ലേണറിനെ പ്രിപ്പയർ ആക്കാനുള്ള രീതിയിലുള്ള ട്രെയിനിങ്സ് ആൾക്കാണെങ്കിൽ ലേണിങ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ്, പ്രസന്റ് ദ ടാസ്ക്. പ്രസന്റ് ദ ടാസ്ക്, ടാസ്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുക. അതായത് പ്രസന്റ് ദ ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മൾ കാണിച്ചോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും, ഏത് രീതിയിൽ. ഓക്കെ, യെസ്. അപ്പൊ പ്രസന്റ് ദ ടാസ്ക്. സെക്കൻഡ് പോയിന്റ് എന്താണ്? പ്രസന്റ് ദ ടാസ്ക്. എല്ലാവരും എഴുതുന്നുണ്ടോ? ഓക്കെ, പ്രസന്റ് ദ ടാസ്ക്. നമ്മൾ ആദ്യം എന്ത് ചെയ്ത ആളെ പ്രിപ്പയർ ആക്കി ടാസ്ക് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. മൂന്നാമത് എന്താണ് വരുന്നത്? ട്രൈ ഔട്ട് ദ ടാസ്ക്. ട്രൈ ഔട്ട് ദ ടാസ്ക്. ട്രൈ ഔട്ട് ദ ടാസ്ക്. അതായത് പ്രാക്ടീസ് കൊടുക്കുക അല്ലെ? ആൾക്ക് പ്രാക്ടീസ് കൊടുക്കുകയാണ് അല്ലെ? യെസ്. ട്രൈ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൊടുത്ത ജോലി എങ്ങനെ ചെയ്യണമെന്ന് തന്നെ പ്രാക്ടീസ് കൊടുക്കുക.
let the learner practice. മൂന്നാമത്തെ എന്താണ് try out the task. നാലാമത്തെ എന്തായിരിക്കും follow, അല്ലെ? ഓക്കെ, ഫോളോ. ഇവിടെ നമ്മൾ ഫോളോ അപ്പ് കൊടുക്കുമ്പോൾ ആളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യും, അല്ലെ? എംപ്ലോയിയുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ പ്രോഗ്രസീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതോടൊപ്പം തന്നെ എന്താണ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും, അല്ലെ? ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആള് പ്രോഗ്രസീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഫീഡ്ബാക്ക് കൊടുക്കും, ആളുടെ നിലവാരം നമ്മൾ നോക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. JITയുടെ മെത്തേഡ് അതൊരു ട്രെയിനിങ് അപ്രോച്ചസ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് അപ്രോച്ച് ആണ്. ഒക്കെ നമ്മൾ പഠനത്തിലൂടെയാണ് ഒരു ട്രെയിനിങ്സ് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ലേണർ നമ്മള് പ്രിപ്പയർ ദ ലേണർ, പ്രസന്റ് ദ ടാസ്ക്, ട്രൈ ഔട്ട് ദ ടാസ്ക് ആൻഡ് ഫോളോ. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ്, ഈ 4 മെത്തേഡ്സിലൂടെയാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, പഠനത്തിലൂടെയുള്ള ഒരു പരിശീലനമാണ് എന്ത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, അപ്രസന്റേഷൻ. എന്താണ്? In this, a person is learning a trade from a skilled employer having agreed to work for a fixed period at a low wages. ആരാണ് അപ്രസന്റേഷനുകൾ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി ഇവിടെ സ്കിൽഡ് ആയിട്ടൊരു എംപ്ലോയറിൽ നിന്നായിരിക്കും നമ്മൾ ഓൾറെഡി ആ പേഴ്സൺസ് പഠിക്കുന്നത്, അല്ലെ? സ്കിൽഡ് ആയിട്ടൊരു എംപ്ലോയേഴ്സിന് പരിശീലനം നേടിയതിനു ശേഷം ഒരു കുറച്ച് പീരീഡിലേക്ക്, അല്ലെ, ഏകദേശം ഒരു ഫിക്സ്ഡ് പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കുറഞ്ഞ വേതനം, ലോ വേജസിൽ നമ്മൾ ജോലി എടുക്കുന്നതാണ് എന്ത് അപ്രസന്റേഷൻഷിപ്പുകൾ എന്ന് പറയുന്നത്, അപ്രസന്റേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പണം ഇല്ലാതെ അല്ല, വെറുതെ അല്ല ജോലി, ഫിക്സ്ഡ് ആയിട്ടൊരു ലോ വേജസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ കീഴിലാണ് വരുന്നത്. കുറഞ്ഞ പീരീഡില് കുറഞ്ഞ സാലറിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്രസന്റേഷനുകൾ എന്ന് പറയുന്നത്. Under the skilled employer. Very good. Okay. Yes. നമ്മള് ഓൺ ദ ജോബ് ട്രെയിനിങ് OJT വരുന്നതാണ് എന്ത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രസന്റേഷൻഷിപ്പുകളും എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? Next one, off the job methods. Off the job methods. In the off-the-job training method, the workers or employees learn their job roles away from the actual work floor. Off-the-job എന്ന് പറയുന്നത് ഔട്ടർ സ്പേസിലാണ്, അല്ലെങ്കിൽ എന്താണ് ഔട്ട്സൈഡ് വർക്കാണ് ശരിക്കും പറയുന്നത്, അല്ലെ? യെസ്, അത് ആക്ച്വൽ വർക്ക് ഫ്ലോറിലല്ല, പുറത്ത് പരിശീലനം നേടുന്നതാണ്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കും? നമുക്ക് ഓൾറെഡി നമ്മുടെ വർക്ക് പ്ലേസിൽ നമുക്ക് കുറച്ച് ട്രെയിനിങ്സ് കിട്ടി, അല്ലാതെ തന്നെ നമുക്ക് ഓഫ് ദ ജോബിൽ നമുക്ക് പരിശീലനം ലഭിക്കുന്ന ജോലികളുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്, അല്ലെ? പുറത്തൊരു വർക്ക് പ്ലേസിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ബ്രാഞ്ചിലോ ഏതെങ്കിലും മറ്റെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും നമ്മളത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റെപ്സുകളാണ് ലെക്ചർ ക്ലാസ്സുകൾ, അല്ലെ? ലെക്ചർ ക്ലാസ് എന്നായിരിക്കും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിലായിരിക്കും ലെക്ചേഴ്സുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ആ ജോബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ലെക്ചർ ക്ലാസ്സുകളായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പുറത്ത് ഏതെങ്കിലും സെഷൻസിലായിരിക്കും ചെയ്യപ്പെടുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ അത് ആ ജോലിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ് ആ ലെക്ചർ ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്സ് കൊടുക്കും. എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. ഓക്കെ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഇറ്റ്സ് എ classroom training which is often done with the help of the equipment and machines which are identical with those in use in the place of work. Vestibule training എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻസ് ആണ്, അല്ലേ? ഓക്കെ, എന്തായിരിക്കും ഇവിടെ നടത്തുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്സില്? ഒരു ക്ലാസ് റൂം പരിശീലനമാണ്. അതായത് നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യില്ലേ, കെമിസ്ട്രി ഫിസിക്സ് ബയോളജിയിലൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുന്ന പോലെ ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് റൂമിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ലാബിൽ പോയിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ആക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ റിയലിസ്റ്റിക് മാനറിൽ നമ്മൾ അവിടെ ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അതേ നമ്മൾ ഉപയോഗിക്കുന്ന അതേ സാമ്യമുള്ള ഉപകരണങ്ങളായിരിക്കും. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കില്ല, ചിലപ്പോൾ എന്താണ്
ഉപയോഗിക്കേണ്ട റിയൽ മെഷീൻസിനെ പോലെ തന്നെ അതിൽ കുറച്ചുകൂടി ഐഡന്റിറ്റികൾ, അതായത് അതേ സാമ്യമുള്ള രീതിയിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്യുപ്മെന്റ്സ് മെഷീൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് റൂം സെറ്റപ്സിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഒന്ന് ടിക്ക് ചെയ്തിട്ട് കേട്ടോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്സ് എന്താണ്. നെക്സ്റ്റ് കോൺഫറൻസസ്. കോൺഫറൻസസ് എന്താ? മീറ്റിംഗ്സ് ആണ്, ഫോർമൽ മീറ്റിംഗ്സ് ആണ് അല്ലെ? യെസ്. എന്തുമായി റിലേറ്റഡ് ആണ്? എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണ്? നമ്മുടെ ജോബുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കോൺഫറൻസസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി പുറത്ത് അല്ലെ, പുറത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനീസിലൊക്കെ ആയിരിക്കും നമ്മൾ അത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളത്. വർക്ക്ഷോപ്സുകൾ പോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. കോൺഫറൻസസിലാണ് നമ്മൾ വർക്ക്ഷോപ്സുകൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതെല്ലാം തന്നെ ട്രെയിനിങ്സിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു എംപ്ലോയറിനെ മോഡിഫൈ ചെയ്യാനുള്ള ടെക്നിക്സുകളാണ് ഇതെല്ലാം. ഓരോ സെഷൻസ് കഴിയുമ്പോൾ ലെക്ചർ ക്ലാസ്സും വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്സ് ഒക്കെ കഴിഞ്ഞോടൊപ്പം ആൾക്ക് എന്ത് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണം, കുറച്ചുകൂടി നോളജ് ആളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓക്കെ, ആളിലെ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് അല്ലെ, ചർച്ച. എംപ്ലോയീസിന്റെ ഒരു കൂട്ടം ഉണ്ടിരിക്കും അല്ലെ, ഒരു എന്താ പറയാ, ഗ്രൂപ്പ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തപ്പെടുന്നത്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്കുകൾ കൊടുത്തിട്ടായിരിക്കും അവരെ കൊണ്ട് അവിടെ പരിശീലിപ്പിക്കുന്നത്. അല്ല, ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. പിന്നെ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്. കേസ് സ്റ്റഡീസ് കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ചെയ്ത് പഠിക്കില്ല, ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. ഓക്കെ, എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്? എന്തായിരിക്കും? എന്ത് ജോബാന്ന് അറിയാനുള്ളതാ? എന്താ പഠിച്ചു ചെയ്യുക ആണോ? എന്തായിരിക്കും? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ? ഇൻഡെപ്ത് ട്രെയിനിങ് ആയിരിക്കോ, അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കോ ലേണിംഗ് ബൈ ഡൂയിങ് അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്? ആ വർക്ക്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെ പഠിക്കുന്നു? ചെയ്ത് പഠിക്കും അല്ലെ? യെസ്, അതിന്റെ ഡീറ്റെയിൽ ആണ്, അതിന്റെ കൂടുതൽ ഇൻഡെപ്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിസർച്ച് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്താണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇതില് പ്രാക്ടിക്കൽ സെഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യണം, ചെയ്തുകൊണ്ട് പഠിക്കും. ഓക്കെ, പ്രാക്ടിക്കൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ വേറൊരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് കേസ് സ്റ്റഡീസ്. ചിലപ്പോ ഏതെങ്കിലും ടാസ്ക് കൊടുക്കും, ടാസ്ക് കൊടുത്തിട്ട് എന്താണ് അവരത് ചെയ്ത് പഠിക്കേണ്ടി വരും അല്ലെ. ഓക്കെ, നമ്മുടെ മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ പോലെ. എന്റെ പൊന്നെ ആയിഷയെ ഓർമ്മിപ്പിക്കില്ല, മാത്സിന് കേൾക്കുമ്പോ തന്നെ ഒരു പേടിയാ. യെസ്, ഓക്കെ. കേസ് സ്റ്റഡി മെത്തേഡ്സ് ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്സിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകളോ ടോപ്പിക്സോ കൊടുത്തിട്ടായിരിക്കും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ്. Role playing can be defined as a pretending to be someone else or pretending to be in a particular situation that you are not really in at the time. എന്താണ് റോൾ പ്ലേയിങ്? അപ്പൊ ശരിക്കുള്ള റോൾ പ്ലേ എന്താണ്? ശരിക്കുള്ള റോൾ പ്ലേ ഡ്രാമയും റോൾ പ്ലേയും രണ്ടും രണ്ടാണ്. പക്ഷെ എന്തോ ഡ്രാമ വേറെ, റോൾ പ്ലേ വേറെ. വായിച്ചു നോക്കിയ റോൾ പ്ലേ എന്താണ്? ആക്ഷൻ മെത്തേഡ് ആണ് റോൾ പ്ലേ അല്ലെ? ശരിക്കും ആണോ? ഇവിടെ എന്തായിരിക്കും ട്രെയിനിങ് സെക്ഷൻസിൽ റോൾ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആര് പറയും?
വേറെ ഒരാളായി അഭിനയിക്കുക. ഏകദേശം കുറച്ച് ശരിയാണ്. എന്നിരുന്നാൽ പോലും അത് ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞേ. നമ്മൾ റോൾ പ്ലേസിൽ ശരിക്കും ചെയ്യുന്നത് ഓരോ ക്യാരക്ടേഴ്സ് അല്ലേ നമ്മൾ നോക്കുന്നത്, അല്ലെ? ഓരോ ക്യാരക്ടേഴ്സിനെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഒരു ട്രെയിനിങ്, ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായി കൊടുക്കുന്ന ട്രെയിൻസില് പർട്ടിക്കുലർ പേഴ്സൺസിന്റെ ക്യാരക്ടർ ചെയ്യുന്നു, ആണോ? യെസ്. ടോപ്പിക്ക് വേറെ വെച്ചാണോ? എങ്ങനെയായിരിക്കും നമ്മൾ പർട്ടിക്കുലർ സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ഇത് ചെയ്യുന്ന ആളെ കൊണ്ട് നമ്മള് പ്രിട്ടൻഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രിട്ടൻഡിങ് നടിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്നൊക്കെ പറയാം നമുക്ക്, അല്ലെ? നമ്മൾ ഓൾറെഡി നിങ്ങൾ നോക്കൂ, റോൾ പ്ലേ നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്, അല്ലെ? യെസ്. അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺസിന്റെ ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് റിയലിസ്റ്റിക് സിറ്റുവേഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അഭിനയിക്കേണ്ടത്. അതായത് ആ വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ടാസ്കോ എന്തെങ്കിലും സെഷൻസോ തന്നിട്ട് നമ്മൾ റിയൽ പെർഫോമൻസ് എങ്ങനെ കാഴ്ചവെക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഡെമോൺസ്ട്രേഷൻ പോലെ ഇവിടെ നമ്മൾ അങ്ങനെ അഭിനയിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ പല പല പൊസിഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഇപ്പൊ അയാൾ ചെയ്യുന്ന ജോലിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വേറെ വേറെ പൊസിഷൻസ് എന്നിട്ട് ആ ജോലി എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പൊസിഷൻസ് വരുമ്പോൾ ആ ടാസ്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് ഓരോ റോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെസിഫിക് ആയിട്ട് ഓരോ റോൾസ് കൊടുക്കും. ഓക്കെ, ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ഇതൊരു കുറച്ച് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് റോൾ പ്ലേയിങ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് റോൾസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ അവർ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നു, റിയൽ ടൈം സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ റോൾ പ്ലേയിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു അഭിനയമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ്. ആക്ടിങ്. അടുത്തത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? ഓഫ് ദ ജോബ് മെത്തേഡുകളാണ് കേട്ടോ. ഓഫ് ദ ജോബ് മെത്തേഡ് നമ്മൾ ഔട്ട്സൈഡിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, വർക്ക് പ്ലേസിലല്ല, ആക്ച്വൽ വർക്ക് പ്ലേസിലല്ല, ഔട്ട്സൈഡ് പ്ലേസസിലാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. Programmed instruction. It consists of a series of steps which are often set through the central panel of an electronic computer as guides in the performance of a desired operations or series of operations. Programmed instruction. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. യെസ്, നിങ്ങളത് നോട്ട് ചെയ്തേ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരാൻ കേട്ടോ. Programmed instruction is a step-by-step learning approach. Programmed instruction is a step-by-step learning approach. Programmed instruction is a step-by-step learning approach. Yes. Next point I take on content is broken down. Content is broken down. Broken, B-R-O-W-K-N. Broken, B-R-O-K-E-N. Broken down into small units. Into small units. ഇങ്ങോട്ട് പറയാം. Content is broken down into small units. നമ്മുടെ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കണ്ടന്റ്സുകൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്ക് അല്ലെങ്കിൽ വർക്ക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താക്കി മാറ്റുന്നു? ചെറിയ ചെറിയ യൂണിറ്റ്സുകളാക്കി, അല്ലെ? യൂണിറ്റ്സുകളാക്കി, സ്മോൾ യൂണിറ്റ്സുകളാക്കി മാറ്റുന്നു. ഓക്കെ, യെസ്.
content is broken down into small units. Then learning progress. Second one, learning progress through THROUGH. Learning progress through units in sequence. Unit in sequence. Learning progress through units in sequence. അതായത് നമ്മൾ നേരത്തെ കണ്ടന്റുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സ്മോൾ യൂണിറ്റുകളാക്കി തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അതെന്ത് ചെയ്തു, ഓരോ യൂണിറ്റ്സിനെ നമ്മൾ എന്താക്കി മാറ്റി പഠിക്കുന്നു, ഓരോ സീക്വൻസുകളാക്കി പഠിക്കുന്നു. അതായത് ഓരോ സെക്ഷൻസ് ആക്കി പഠിക്കാൻ പോകുന്നു. ഓക്കെ, ഇതെല്ലാം പരിശീലനത്തിന്റെ ഭാഗമാണ് കേട്ടോ, ഓരോ സീക്വൻസുകളാക്കണം. ഓക്കെ, പിന്നെന്താണ്, each unit has, note ചെയ്യാട്ടോ, each unit has a specific goal or outcome. Each unit has a specific goal or outcome. Each unit has a specific goal or outcome. നമ്മൾ ഓരോ ചെയ്യുന്ന ഓരോ സ്പെസിഫിക് യൂണിറ്റ്സിനും എന്തുണ്ട്, ഓരോ ചെറിയ ചെറിയ യൂണിറ്റ്സിനും എന്തുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ പ്രത്യേകമായ ഒരു ഗോൾ ഉണ്ട് അതിന്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് അതോ ആ വർക്ക്സ് ചെയ്യുന്നത്. ഓക്കെ, next point, often often use technology. Often use technology. അവിടെ ബ്രാക്കറ്റില് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് എഴുതാട്ടോ, ബ്രാക്കറ്റില് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്. Often use technology like computers. To guide learning. എത്തിയോ? ഒരു പോയിന്റും കൂടി, സെൽഫ് പേസ്ഡ് എന്നാണ് കേട്ടോ, സെൽഫ് PACED, പേസ്റ്റ്, സെൽഫ് ഇട്ടിട്ട് ഒരു ഹാഷ്, പേസ്ഡ് PASED, സോറി PACED, സെൽഫ് പേസ്ഡ്. A self-paced guided learning path. A self-paced guided learning path. Okay. Path, vadi. PATH, paste, okay. PACED, paste, yes. Okay. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് നോക്കി വായിച്ചു നോക്കട്ടോ. പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേണിംഗ് അപ്രോച്ച്. കറക്റ്റ് ആണോ? യെസ്. Content is broken down into small units. Okay. Then learning progress through units in sequence. Each unit has a specific goal or outcome. Okay. Then often uses technology like computers to guide learning. Then a self-paced guided learning path. Okay, ബാക്കി അത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി.